പ്രവാസിയാണ്. 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ ഇന്നേ വരെ ഭാര്യ ശരിയായ രൂപത്തിൽ ഔറത്തുകൾ മറക്കാത്തതിൽ വഴക്ക് പറഞ്ഞു, ദേഷ്യപ്പെട്ടും മടുത്തു. മുടിയും അതുപോലെ തന്നെ കഴുത്തും മാറുമൊക്കെ കാണുന്ന രീതിയിലെ തട്ടമിടൂ. ഫാഷൻ്റെ പേരിലല്ല, എന്തിനു പറയണ്ട, ഫാഷൻ്റെ പേരിലല്ല, അങ്ങനെ ശീലിച്ചതാണ്. ഇതിൻ്റെ പേരിൽ മിക്ക ദിവസവും ഞങ്ങൾ പിണക്കത്തിലാണ്. അവൾ ഇനി ഈ ശീലം മാറ്റാൻ സാധ്യതയില്ല. ഇനി ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്, പെരുമാറേണ്ടത്? ദയവായി മറുപടി തരുന്നു. ഈ നമ്മൾ ഒരാളിലുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഇസ്ലാം തന്നെ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. അപ്പോൾ അവിടെ ഹിക്മത്ത് എന്നുള്ളതിന് പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ആ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലോജിക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൽമുണ്ട് എന്നത് പ്രധാനമാണ്. അപ്പോൾ ഞാൻ എന്താണ്, ഒരു ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുതയാണ് പറയുന്നത് എന്ന് പറയപ്പെടുന്നവന് ബോധ്യപ്പെടുന്നത്. മറ്റൊന്ന് പറയണത് എന്താ വെച്ചാൽ, നമ്മൾ ആരോട് പറയണു, ഒരു കുട്ടിയോട് പറയുമ്പോൾ അവന് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം, മുതിർന്ന ആളുടെ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയണം. നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ ഭാഷയിൽ പറയണം, നമ്മളെ ബഹുമാനിക്കുന്ന ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ ഭാഷയിൽ പറയണം, വിവരമില്ലാത്തൊരു സമൂഹത്തോട് പറയുമ്പോൾ അതിനൊരു ഭാഷയുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഭാര്യയെ എങ്ങനെ തിരുത്താം എന്ന് ഭർത്താക്കന്മാർക്ക് അറിയില്ല, ഭർത്താവിനെ എങ്ങനെ തിരുത്താം എന്ന് ഭാര്യമാർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു സഹോദരി അവിടെ ഭർത്താവിനോട് എത്ര പറഞ്ഞിട്ടും അയാൾ നേരാവണില്ല എന്നൊരു പരാതി പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഭർത്താവിനോട് ഇങ്ങനെ നിസ്കരിക്കണം, പള്ളിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്ന മറുപടികളെ നിങ്ങളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, അതായത് ഇന്നപ്പം എന്തിനാ അവൾ നന്നാക്കണം, ഞാൻ അവിടെ ഭർത്താവല്ലേ, ഇവളിപ്പോൾ എന്നെ നന്നാക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുകയാണോ എന്ന ഒരു ഈഗോ. ഞാനൊരു മുകളിലെ പൊസിഷനിലുള്ള ആളെ ഒരു താഴെയുള്ള ഒരാൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാണോ എന്നൊരു തോന്നൽ. അപ്പോൾ അവർ പറഞ്ഞു, സത്യമായും അയാളുടെ പ്രതികരണങ്ങളിലൊക്കെ ഉള്ളത് അതാണ്. അപ്പോൾ അതൊരു വിഷയമാണ്. അത് വരാത്ത രൂപത്തിൽ ഉപദേശിച്ചാൽ ആ ഉപദേശം കാര്യപ്പെടുള്ളൂ. അതേപോലെ തന്നെ തിരിച്ചും എന്ത് ചെയ്യണം, ഭർത്താവ് ഭാര്യ ഉപദേശിക്കണം. ഇപ്പോൾ ഭാര്യ എന്താണ്, അവരെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. എങ്കിൽ പോലും എന്ത് ചെയ്യണം, ഇപ്പോൾ അവർ സ്വീകരിച്ച ഒരു കാര്യത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആദ്യത്തേത് എന്താ വെച്ചാൽ, ഞാനൊരു തെറ്റ് ചെയ്യുന്നു എന്ന് അംഗീകരിക്കുവാനുള്ള മനുഷ്യന്റെ മനപ്രയാസം. ഏതൊരു തെറ്റിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ആദ്യത്തെ ഫീലിംഗ് അതാണ്, ഞാനൊരു തെറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് തെറ്റാണോ, അപ്പോൾ നീ തട്ടമിട്, നീ മാറുമറക്കെന്നൊക്കെ പറയുമ്പോൾ ഇതിലിപ്പോൾ ഒരു തെറ്റുണ്ടോ, ഈ വേഷത്തിൽ എന്തെങ്കിലും അനിസ്ലാമികത ഉണ്ടോ, അത് അംഗീകരിക്കുക എന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്. അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ മാറ്റം ഉണ്ടാവുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതല്ല വേണ്ടത്. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ പറയണത് പിന്നെ ഞാൻ പല വിധത്തിൽ വേഷത്തിലുള്ള സ്ത്രീകളൊക്കെ ഇവിടെ ഈ വിദേശ നാട്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ തെരുവിലും മാളുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ അവരെ നോക്കലില്ല. കാരണം എനിക്കെന്തുള്ളൂ, ഒരു പെണ്ണ് എന്നുള്ളതൊക്കെ ഞാൻ നിന്നെ മാത്രമേ നോക്കൂ, നിന്നെ കാണുള്ളൂ, നിന്നോട് സംസാരിക്കുള്ളൂ. അതോടൊപ്പം നിന്നെ മറ്റൊരാളും കാണുന്നത് എനിക്കെന്തില്ല, ഇഷ്ടമല്ല. നീ ഇപ്പം ഈ വേഷമൊക്കെ ധരിക്കണത് നിനക്ക് അത്ര അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നീ ഒരു വേഷം ഇടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിന്നെ പല ആൾക്കാരും കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇടുന്ന ചിലപ്പോൾ നിന്നെ സംബന്ധിച്ച് ഇസ്ലാമിക വസ്ത്രമാവാം, പക്ഷെ എൻ്റെ ഭാര്യ എന്ന നിലക്ക് നിന്നെ ഈ രൂപത്തിൽ മറ്റുള്ളവർ കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, നല്ലൊരു പർദ്ദ വാങ്ങിയിട്ടുണ്ട്, ഒരു നല്ല വലിപ്പമുള്ള മഫ്ത വാങ്ങിയിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് വിടാൻ എന്തുണ്ട്, നീ ഇതേ തരത്തിലുള്ള ഓപ്പൺ ചുരിദാറും പരിപാടികളൊക്കെ വീട്ടിൽ മക്കളും ഞാനും മാത്രമാകുമ്പോൾ നിനക്ക് ധരിക്കാൻ പറ്റുന്ന 2-3 ഡ്രസ്സുകളും അതിലുണ്ട്. എന്നാൽ പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യാണ്, ഞാൻ എനിക്ക് ഈ തരുന്ന പർദ്ദ ഇടണം എന്ന് പറഞ്ഞ് പർദ്ദ കൊടുത്തയച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, ആ പർദ്ദ അവരിട്ട് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള അതേ മരത്തിന് അവർക്ക് ഈ ഒരു പിന്നെ വസ്ത്രമൊക്കെ ധരിക്കുന്നതിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാനും അത് വാങ്ങിക്കൊടുത്ത് അത് വീട്ടിൻ്റെ ഇന്നറിൽ
നമ്മുടെ ബെഡ്റൂമുകളിൽ മാത്രം ഉപയോഗിക്കാൻ പരമാവധി സ്വാതന്ത്ര്യം കൊടുക്കും. അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഒരു ചേഞ്ച് ഉണ്ടാവും. അതാണ് നമ്മൾ കൈകൊണ്ട് തടയാന്നാണ്. കൈകൊണ്ട് തടയാൻ, കൈകൊണ്ട് തടയാൻ പറ്റാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഭർത്താക്കന്മാർ നല്ല വേഷം ധരിക്കാത്ത ഭാര്യമാർക്ക് ഈ പെരുന്നാൾ കണക്കൊരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റിയ ഡ്രസ്സൊക്കെ അവരെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഒരു പർദ്ദ, നിനക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പർദ്ദ ഇട്ട പെണ്ണ് പിന്നെ പർദ്ദ ഇടും. കാരണം അവർക്ക് അങ്ങനെ ഫ്രീഡം കിട്ടും. നിഖാബ് പോലും പലരും ധരിക്കണം എന്താ വെച്ചാൽ അവർക്ക് ആ ഫ്രീഡമാണ്. കാരണം മറ്റേതെന്താണ്, ഈ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന പുരുഷന്മാരെയൊക്കെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു നിഖാബ് ഒന്നുകൊണ്ട് ഒരു മാസ്ക് പോലും ഇട്ടാൽ പോലും പലപ്പോഴും സ്ത്രീകൾ ഫ്രീ ആവും. അപ്പൊ ഇതൊക്കെ ധരിക്കുന്നവരെന്ത് ചെയ്യും, അത് പിന്നെ ഒഴിവാക്കില്ല. അപ്പൊ അല്പം യുക്തിപരമായി തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ട കാര്യം. ഇതിലിപ്പോ അദ്ദേഹം പറയണത് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ പറയുമ്പോഴേ അവർക്ക് അതൊരു അസ്വസ്ഥമായി തോന്നുന്നത്. മാത്രമല്ല ഇവർക്കുള്ള ഒരു അടിസ്ഥാന വിഷയം എന്താ വെച്ചാൽ ഇയാൾ എപ്പോഴും ഈ വിഷയത്തിൽ കേന്ദ്രീകരിക്കണോണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രൂപത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കൂല. എപ്പോഴും ഇദ്ദേഹം ഇതിലേക്ക് എത്തൂല. അതോടുകൂടി അവരെന്ത് ചെയ്യും, തെറ്റും, വാശി പിടിക്കും. അപ്പൊ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ എന്താണ്, ഈ ഒരു പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ച് അവർക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോവുകയാണ് ചെയ്യുക.